ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പറയുന്നത് പുതിയ മോഡൽ പ്രീമിയം എക്സൈറ്റ് എന്ന റിസീവറിനെ പറ്റിയാണ്. ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ പ്രത്യേകതകളും ഈ വീഡിയോയിൽ കേവലം 4 മിനിറ്റ് മാത്രമുള്ള വീഡിയോയിൽ വളരെ ചുരുക്കി പറയാം. എന്തായാലും പ്രീമിയം ഇറക്കിയ അടിപൊളി ഒരു ബോക്സാണ്. മോണ്ടേജ് ചിപ്സെറ്റ് ഉള്ളൊരു ബോക്സാണ് ഈ കാണുന്നത്. അടിക്ക് നോക്കിയാൽ നമുക്കിതിൽ ഫുൾ HD കോംബോ T2 ഉണ്ട്, S2 ഉണ്ട്, H265 HEVC ഉണ്ട്. അതുപോലെ 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോക്സ് കൂടിയാണിത്. കണ്ടോ, T2 S2 H265 10 ബിറ്റ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മോണ്ടേജ് ചിപ്സെറ്റുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മോണ്ടേജ് ചിപ്സെറ്റുള്ള റിസീവറാണിത്. എന്താണ് മോണ്ടേജ് ചിപ്സെറ്റിൻ്റെ പ്രത്യേകത എന്ന് എല്ലാവർക്കും അറിയാലോ. വളരെ ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ചിപ്സെറ്റാണ് മോണ്ടേജ്. അതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ചിപ്സെറ്റൊക്കെ നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്. അറിയാം, വളരെ നമുക്ക് 1500 1800 രൂപയൊക്കെ കിട്ടുന്ന സോളിഡ് ബോക്സുകളൊക്കെ ഇതിൻ്റെ ഒറിജിനൽ മോണ്ടേജ് അല്ല. ഇത് ഒറിജിനൽ വിദേശ ക്വാളിറ്റിയുള്ള റിസീവറാണ് ഈ കാണുന്നത്. ഒരു കോംബോ ബോക്സ് എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്, കാരണം എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ വില ഏകദേശം 3000-ൽ താഴെ, അതായത് 3K താഴെ, 2500-3000 ഇടയിലാണ് ഇതിൻ്റെ വില തന്നെ അട്രാക്ഷനാണ്. ഹൈ ക്വാളിറ്റി ബോക്സും കൂടിയാണിത്. നല്ല സെൻസിറ്റിവിറ്റി ഉള്ളതിനാൽ നമ്മൾ ഔട്ട് ഓഫ് സാറ്റലൈറ്റൊക്കെ ക്യാച്ച് ചെയ്യാനും, നല്ല ഔട്ട് ഓഫ് സാറ്റലൈറ്റ് പോട്ടെ നമുക്ക് ക്ലാമ്പ് ചെയ്യാനും കൂടി വളരെ ഉപകാരപ്രദമാണ് ഈ റിസീവർ. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച റിസീവറാണ്. കാരണം യൂറോപ്പിന് വേണ്ടി ഷെയറും ഷെയറൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കിതിനെ കൊണ്ട് ഈ സെർവറിനെ കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് CC ക്യാം ഇതിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിമോട്ടാണ്. ഈ റിമോട്ട് രണ്ടാമത് കിട്ടുന്ന പറയുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള റിമോട്ടാണ്. നല്ല നീളമുള്ള റിമോട്ടാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രീമിയത്തിൻ്റെ പല മിനി ബോക്സിലും ഈ റിമോട്ട് വരുന്നുണ്ട്. പക്ഷേ നല്ല നീളമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ് ഈ കാണുന്നത്. നമ്മൾ കിട്ടിയാലുടനെ ലേറ്റസ്റ്റ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ അപ്ഡേഷൻ ഇതിൽ ലഭ്യമാണ്. ഇതിൻ്റെ കൂടെ വൈഫൈ സ്റ്റിക്ക് ഉണ്ടാവുന്നില്ല. വൈഫൈ സ്റ്റിക്ക് അഡീഷണൽ നമ്മൾ വാങ്ങണം. പ്രീമിയം ഇറക്കിയതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ബോക്സ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതായത് GT മീഡിയയുടെ അതേ ക്വാളിറ്റിയുള്ള, അതിനേക്കാൾ ഒരു പക്ഷേ ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്ന് തന്നെ സിഗ്നൽ ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വെച്ചാൽ തന്നെ ഡയറക്റ്റ് ഇത് ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം. സൈഡിൽ കൂടി അഡീഷണൽ USB ബട്ടൺ ഉണ്ട്. നമുക്ക് ചാനൽ പ്ലസ് മൈനസ് ചെയ്യേണ്ടതുണ്ട്. പവർ ബട്ടൺ ഉണ്ട് സൈഡിലാണ് ഇത് കിടക്കുന്നത്. സാധാരണ ഒരു ചെറിയൊരു ബോക്സാണിത്. ഒരു 15 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള റിസീവറാണ്. ഇതിൻ്റെ ബാക്ക് നോക്കാം. ഔട്ട്പുട്ട് LNB ഇന്ന് കോയാക്സിൽ കേബിളിൻ്റെ ഇൻപുട്ട് ഉണ്ട്. നമുക്ക് കോയാക്സിൽ കേബിളിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ട് T2ൻ്റെ ഇൻപുട്ടാണ് ഇത്. ആദ്യത്തത് DVB S2 നമ്മൾ സാധാരണ കാണുന്ന LNB. ആൻറ്റിന ഇന്ന് DVB T2. കോയാക്സിൽ കേബിൾ നമുക്ക് ഔട്ട്പുട്ട് ഡോൾബി ഡിജിറ്റൽ AV എടുക്കാം. HDMI ഉണ്ട്, പിന്നെ LAN പോർട്ട് ഉണ്ട്, ഒരു USB ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള റിസീവറാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കൊന്നും അറിയാൻ സാധ്യതയില്ല. ഞാൻ എന്തായാലും നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നെയാണ്. ചെക്ക് ചെയ്ത് നോക്കി. വളരെ നല്ലൊരു റിസീവറാണ്. പ്രത്യേകിച്ച് സെർവർ, അതായത് ഇൻബിൽട്ട് സെർവർ ഇല്ല എന്ന് മാത്രമാണ്. ഇതിൽ ഫോർവേർ ചെയ്യാം. ഫോർവേർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫണ്ട് ക്യാം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ പോകും. 10 ബിറ്റ് പോകും, HEVC പോകും. അപ്പോൾ അതിനൊന്നും മുതിരാതെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉപയോഗിച്ചാൽ 10 ബിറ്റ് നമുക്ക് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ബോക്സ് കൂടിയാണ്. കണ്ടോ, ഇതിനെ നമ്മൾ ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം, ആദ്യം ഓൺലൈൻ ആവുന്നില്ല, നമ്മൾ മാനുവലായിട്ട് USB വഴി ചെയ്തു. ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ടു ലേറ്റസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അവിടുന്ന് ഓൺലൈൻ അപ്ഡേഷൻ ചെയ്യാം നല്ല രീതിയിൽ. ഇപ്പോൾ ഓൺലൈൻ അപ്ഡേഷൻ ചെയ്യുമ്പോൾ എന്തോ മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. sat.dl ഇതിൻ്റെ ഫയൽ കിട്ടും. ഇതിൻ്റെ ഫയൽ കിട്ടിയാൽ ഈ ഫയൽ നമുക്ക് USB-യിലാക്കിയിട്ട് ആദ്യം അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ഓൺലൈൻ അപ്ഡേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബോക്സാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല മോണ്ടേജുള്ള നല്ലൊരു ബോക്സാണ് ഈ പ്രീമിയത്തിൻ്റെ X8 ഹൈബ്രിഡ്. എല്ലാ മോഡലും സപ്പോർട്ട് ചെയ്യുന്ന 10 ബിറ്റ് അടക്കം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു മോഡ് ഒന്നിച്ച് ഞാൻ കിട്ടിയ ഉടനെ 4 സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത് നോക്കി. വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന വളരെ നല്ല സിഗ്നൽ, നല്ല സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ട്. ബിൽഡ് എല്ലാം നല്ല ഉണ്ട് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പറയാൻ ഉള്ളത്.